നോക്കിയില്ല. അതേനൊക്കെ പിടിച്ചിട്ട് തിന്നാൻ വന്നേക്കരുത് കേട്ടോ. ഇവിടെ ബോധമൊന്നും പോയിട്ടില്ലല്ലോ. ഈ ബോധം കളഞ്ഞിട്ടായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ സിസേറിയൻ, എനിക്ക് സിസേറിയനായിരുന്നു. പക്ഷെ സിസേറിയന് പോലും ബോധം കിടത്തൂല. ഇത്രയും ഭാഗം ഇങ്ങനെ മറക്കത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ണം തുറന്ന ശേഷം എടുക്കുന്നതും പറക്കുന്നതും അവിടെ ടച്ച് ചെയ്യണം, നമുക്ക് അറിയാൻ പറ്റും. മരവിപ്പിച്ചാലും ടച്ച് ചെയ്യാൻ അറിയാൻ പറ്റും. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പറഞ്ഞു തീർന്നോ? പിന്നെ താഴേക്ക് നോക്കിയിരിക്കണേ. അത്ര പറഞ്ഞിട്ട് അവനെ വേറെ എന്താ ആലോചിക്കാൻ പോയി. ഞങ്ങളെ പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിപ്പം അവിടെ വന്ന് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും വാ തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വാ തുറന്നിരിക്കുകയാണ്. ഞങ്ങളിന്ന് രാവിലെ ആണെങ്കിൽ പള്ളി പോയില്ലേ. ചേട്ടന് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. ചേട്ടൻ സിട്രസനൊക്കെ കഴിച്ചിട്ടും കിടന്നുറങ്ങി. എനിക്ക് ഒത്തിരി വർത്താനം പറയാനല്ല, നാക്ക് മുട്ടുമ്പോൾ വേദന എടുക്കുക. നമ്മുടെ പല്ല് സ്റ്റിച്ചിട്ടേക്കണോണ്ട്, പല്ലല്ല മോണ. അപ്പോൾ എന്നോട് 2 ദിവസത്തേക്ക് വോയിസ് റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ അരമണിക്കൂർ ഇപ്പോൾ വോയിസ് നല്ല രീതിയിൽ ഇപ്പോൾ തരുവും ജീവൻ മിണ്ടാതിരിക്കണോണ്ട്. നീ കൂടുതൽ സംസാരിക്കാമെങ്കിൽ എനിക്ക് കൂടുതൽ വോയിസ് റെസ്റ്റ് കിട്ടും. ആ, നമ്മുടെ വീടിൻ്റെ പുറകിലില്ലേനെ ഫാമാണ് കേട്ടോ. അവിടെ കുറേ പശുക്കളുണ്ട്, ആടുകളുണ്ട്, എല്ലാം ഉണ്ട്. ആടുമാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പല്ലൊക്കെ എടുത്ത് അവിടെ ഓട്ടയൊക്കെ പിടിപ്പിച്ച് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ഓൾറെഡി അവിടെ ഒരു ഓട്ട ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പം ഡോക്ടർ പറഞ്ഞു 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ ഐസ്ക്രീം മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഒരു ബോട്ടിൽ തീർത്തു, 1 കിലോയുടെ തീർത്തിട്ടിപ്പം അടുത്ത കിലോയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് പിറ്റേ ദിവസം. കാരണം പല്ലെടുത്തത് എനിക്കിത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നറിയാം. എന്നിട്ടും ഒരുത്തിൻ്റെ പേർക്ക് എനിക്ക് വിശക്കുമ്പം ഒപ്പം സ്പൂണും എടുത്ത് കയറി വരും. എന്നിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇതുപോലെയുള്ള കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചെന്നെ കൊതിപ്പിക്കും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്ന നല്ല ചൂട് കുത്തരിച്ചോറും നല്ല മീൻ പൊരിച്ചതും ഒരു ഈച്ചിരി മീൻ കറിയും. എന്നായിരുന്നു? KFC കഴിക്കാൻ തോന്നി. ആ കഥ പിന്നെ പറയാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്കിന്ന് പകൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഇല്ല കേട്ടോ, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് വരണ്ടാന്നൊക്കെ പറഞ്ഞു, റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വരും എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ചേട്ടൻ പോകാതെ അവിടെ ഇരുന്നിട്ട് ആൻസൂട്ടൻ വേദപാഠ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് എന്നെയും കൊണ്ടുപോയി. ഞങ്ങളെ 2 പേരെയും കൂടെ കൊണ്ടുപോയാൽ. എന്നെ തന്നെയായിട്ടൊന്നും കൊണ്ടുപോകില്ല, ഇവനും കൂടെ ഉണ്ടെങ്കിലൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. അത് വേറെ കാര്യം. അവനും ആഗ്രഹങ്ങളില്ലേ എന്ന് ചേട്ടൻ പറയും കേട്ടോടാ. അപ്പം ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലൊക്കേഷൻ തേടി വന്നപ്പോൾ ആൻസറും പറഞ്ഞു നമുക്ക് പെരപ്പുറത്ത് കയറിയിരിക്കാം, നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ആ വീടിൻ്റെ വീടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ വേറൊരു റൂം കൂടി ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുകളിൽ കയറാനായിട്ട് പുറത്തുനിന്ന് സ്റ്റെപ്പേ. ഇതൊരു റൂം പണിതിട്ടേക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിലാണ് നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി 2 വീട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ സ്ഥലമായിരുന്നു കേട്ടോ അതും. അപ്പോൾ 2 അയൽപ്പക്കം കൂടി വരും. ഒന്നിപ്പോൾ ഒരു ചേട്ടൻ അവർ വാങ്ങി പണിത്, ഒരെണ്ണം വിൽക്കാൻ വേണ്ടി പണിതിടുന്നതാണ്. ഇനി ഒരു 2 വീടോടെ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇവിടെ അല്ല, എന്നാൽ ചിലപ്പോൾ ഒരെണ്ണോടെ വരുമായിരിക്കും. 40 സെൻറ്റിൽ 3 വീടേ വരത്തുള്ളൂടാ. 4 വീട് വരില്ലേ 10 സെൻറ്റ് വീതം. അപ്പം പണ്ടൊക്കെ ഞാൻ ഇതിലെ റോഡിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ വീടൊന്നുമില്ല. അവിടെ കന്നാര, അതായത് പൈനാപ്പിൾ കൃഷിയായിരുന്നു. അതിനെയൊക്കെ കണ്ടായിരിക്കും ഇവിടെ പ്ലെയിനൊക്കെ രൂപകൽപ്പന ചെയ്തത്. ഇത് പൊട്ടിക്കുക. അപ്പോൾ അന്നിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീട്. ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ വീട്ടിൽ ആരും ഞാൻ കണ്ടിട്ടും ഇല്ലായിരുന്നു അന്ന് ആദ്യത്തെ പ്രാവശ്യമൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീട്. കാരണം പറഞ്ഞാൽ വേറെ എനിക്ക് തൊട്ടേ ചേർന്ന് വീട് അങ്ങനെ ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ വീട് ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ചുറ്റും കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് അതാണ് എനിക്ക് പണ്ട് പോലെ ഇഷ്ടം. കണ്ടപ്പള്ളിയിലാണെങ്കിലും ഞങ്ങളുടെ വീടിനോട് ചേർന്ന് അങ്ങനെ വീടൊന്നും ഇല്ലായിരുന്നേ. ആകെ 2-3 വീടൊക്കെ ഉണ്ടായുള്ളൂ. തൊട്ടുചേർന്നൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇഷ്ടം.
അപ്പോൾ അങ്ങനെ ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നൊരു വീട്, ഒരു ഒതുങ്ങിയ ഒരു വീടെന്നുള്ള രീതിയിൽ എനിക്ക് വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈരി എന്നല്ല, ഇതേ അവനടുത്ത് കോരി തീറ്റ തുടങ്ങി. ചേട്ടൻ പറയോ ഒരു പെട്ടി ഐസ്ക്രീം ഇന്നലെ തീർത്തല്ലോ എന്ന്. വലിയുള്ളൂ, പക്ഷെ തണുപ്പ് പോയല്ലോടാ, ഇത് പെട്ടെന്ന് തണുപ്പ് പോയല്ലോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാറ് കൊണ്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ KFCയുടെ ഒരു ഷോപ്പുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് KFC തിന്നാൻ തോന്നി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് KFC കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞേ. പക്ഷെ എനിക്ക് ഇന്നലെ മുതലേ നമുക്ക് കഴിക്കരുതെന്ന് പറയുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി വരത്തില്ലേ. ഡോക്ടർ പറഞ്ഞു തണുത്തത് മാത്രമേ കഴിക്കാവുള്ളൂ, ഒന്നും കഴിക്കരുത്. എന്നിട്ടും കല്യാണത്തിന് പോയിട്ട് ഞാൻ പറഞ്ഞു ഞാനവിടെ ചെയറിലിരുന്നോളാം, നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് വാന്ന് പറഞ്ഞു. എന്നാലും ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ കഴിക്കാം, എന്തെങ്കിലും തണുത്തൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് ചോറും കറിയൊക്കെ ഞാനൊരു ഇച്ചിരി ചോറ് വാങ്ങി, എന്നിട്ട് ഈ സൈഡിലേക്കിട്ട് പതുക്കെ കഴിച്ചിറക്കിട്ടോ. ഒരു നിവൃത്തിയില്ലായിരുന്നു, പക്ഷേ കഴിച്ചു. എനിക്ക് പ്രശ്നമൊന്നും വന്നില്ല, ഈ സൈഡിലേക്കേ വിട്ടില്ല. എന്നാണെങ്കിലും ഒരു സൈഡ് ചേർത്ത് കഴിക്കാനൊക്കെ ഞാൻ പഠിച്ചു. നമ്മൾ അതിജീവിക്കും, ഇതിലും വലുത് അതിജീവിച്ച് ഒരു പല്ല് പോയാൽ. അപ്പോൾ ഒരു ഡെന്റിസ്റ്റ്, അപ്പം ഞാനിപ്പോൾ പോണതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡെന്റിസ്റ്റ്, ഡോക്ടർ കിരൺ. ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു പോകുന്നതിന് കുഴപ്പമുണ്ടോടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അവന് ഇച്ചിരി സീനിയറാണ്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിക്കുമ്പോൾ ചൂടൊക്കെ ഒഴിവാക്കിയാൽ മതി. ഭാഗ്യത്തിന് ചോറിന് ചൂടില്ലായിരുന്നു കേട്ടോ. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തീരാറായപ്പോഴാണ് പോയി, 2:30 വരെ ഉണ്ടായുള്ളൂ. നമ്മൾ 2 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ, 1:45 ആയപ്പോഴാണ് അവിടെ എത്തിയത്. 1:45 2 മണി ആയപ്പോഴാണ് എത്തിയത്. അങ്ങനെ നമ്മൾ അവിടെ പോയി, അവിടെ ചെന്ന് ഇച്ചിരി ചോറും, ആദ്യം എന്തുവാടാ വന്നത്, പരിപ്പ് കറിയും നെയ്യും. അതല്ല ചോറിന് കറി വന്നത്, ഒഴിച്ച് കറിക്ക്, പിന്നെ സാമ്പാർ, പിന്നെ മോര്. അല്ല പൊട്ട, അതല്ല പറഞ്ഞു. ചോറിന് ഒഴിച്ച് കറി വരുന്നതിന് ഒരു രീതിയുണ്ട്. ആദ്യം പരിപ്പ് കറി, പിന്നെ സാമ്പാർ, പിന്നെ മോര് കറി, പച്ചമോര്, ലാസ്റ്റ് പച്ചമോര്. ആദ്യം പരിപ്പ് കറിയും നെയ്യും കൂടെ ഒഴിച്ചത്. എടാ പോടാ, എൻ്റെ ഒരു വീഡിയോ ഇരിപ്പുണ്ട് കേട്ടോടാ. ഇവൻ എന്നാ നോക്കിട്ട് വരാം. ബാക്കി ഇവൻ ഉദ്ദേശിച്ചത് തോരൻ, അച്ചാറ്, കിച്ചാറെന്ന് പറഞ്ഞ സാധനങ്ങൾ. ഞാൻ പറഞ്ഞത് ചോറിന് വേണ്ടിയിട്ടുള്ള ഒഴിച്ച് കറി. എനിക്കാണെങ്കിൽ ചേട്ടൻ്റെ ജലദോഷം കിട്ടി. നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ പകൽ ഇച്ചിരി നേരം കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് സദ്യ കഴിച്ചിട്ട് വന്നിട്ട് കിടന്ന്. ഞാനിപ്പുറത്തൊന്നും ചേട്ടൻ നടക്കിടന്നിട്ട് അവൻ അപ്പുറത്തൊന്നും കെട്ടിപ്പിടിച്ചു, ഇവൻ ഞാനിപ്പുറത്തും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്. നിനക്കും കിട്ടാൻ ചാൻസ് ഉണ്ടോ ജലദോഷം? അതിനുശേഷം നേരെ കിടന്നപ്പോൾ ഞാൻ നടക്കായി, ഇവൻ അപ്പുറത്തായി. ഞാൻ നടക്കുക. അത് കഴിഞ്ഞ് ഇവൻ പകൽ കിടന്ന് ഉറക്കപ്പിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് ചേട്ടൻ എണീറ്റ. ഇവൻ പുറന്ന് പറഞ്ഞ കേട്ട എണീറ്റ. ഇവൻ പകലും കിടന്നാൽ ഉറക്കപ്പിച്ച് പറയുമല്ലോ എന്ന്. ഞാൻ അറിഞ്ഞില്ല, ബോധം കിട്ടി കിടന്നുറങ്ങും. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചേട്ടൻ കരിമണ്ണൂർക്ക് പോയി. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചത് ഞങ്ങളുടെ തലയുടെ മണ്ടേക്കടെ ഉള്ള കൊക്കുകളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പണ്ട് നമ്മളൊരു ദേശമായിരുന്നു, പക്ഷേ കണ്ടില്ലേ പെരുത്തൊരു കൊക്ക് അമ്പലത്തിൻ്റെ അവിടെ. എടാ ഞാനിന്ന് കുയിലിനെ കണ്ടടാ. എപ്പോ? കാല് നീട്ടി പിടിച്ചേക്കുവാ അല്ലേ പുറകോട്ട്. പക്ഷെ കാക്കയും കൊക്കും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അതിനെ പക്ഷേ അത് കുറച്ചു നേരം വടി പോലെ പോണേ, കുറച്ചു നേരം ചിറകിട്ടടിക്കും, പിന്നെ കുറച്ചു നേരം വടി പോലെ. അതിനാടാ കാക്കയും പരുന്ത് ശത്രുക്കളാ. പക്ഷെ കാക്കയും കൊക്കും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അറിയില്ലടാ, കാക്ക കുളിച്ച കൊക്കാകുക എന്നുള്ള പഴഞ്ചൊല്ലുണ്ട്, അതുകൊണ്ടായിരിക്കും. ഒരു ദിവസം കൊക്കിൻ്റെ അടുത്ത് കാക്ക വന്നിരിക്കുന്നു. അപ്പോൾ പതുങ്ങി കണ്ടി കല്ലിൽ കയറി കൊക്കിൻ്റെ. അപ്പോൾ കാക്ക കല്ലിൽ ഞാൻ നോക്കുന്നത്.
എന്നിട്ട് നമ്മൾ പറഞ്ഞു തീർന്നില്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് KFC തിന്നണമെന്ന മോഹവുമായി ഞങ്ങൾ തിരിച്ചു വന്നു. ചേട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞു, KFC വേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാനെന്നിട്ട് നമ്മുടെ ബ്രദേഴ്സിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ KFC വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം കാറ് നിർത്തി തന്നു. അവിടെ നിന്ന് 599 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു. 4 പീസ് ചിക്കൻ, 4 പീസ് സ്ട്രൈപ്സ്, പിന്നെ എന്തുവായിരുന്നടാ 3 ബണ്ണ്, പിന്നെ എന്നായിരുന്നു മയോണൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, അല്ല അതിൽ തന്നെ ഉള്ളതാണ്, അതിലുണ്ടെന്ന് അറിഞ്ഞ്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചോണ്ട് ഇവിടെ വെച്ചു. ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്ത് ഇതാ കഴിക്കത്തില്ല, വയറ് നിറഞ്ഞിരിക്കുമെന്നും പറഞ്ഞു. ഇത് ഞാനൊന്ന് ചുക്കാൻ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ അതവിടെ ഇപ്പോൾ ഈ നിലവിൽ ഇരിപ്പുണ്ട്. അതിലൊരു ബണ്ണും ഒരു ചിക്കൻ ലെഗ് പീസല്ല, ഒരു ചിക്കൻ പീസ് വിങ്ങല്ലായിരുന്നടാ, അത് ബോൺലെസ് ആയിരുന്നു, വെള്ളിലായിരുന്നു. ഞങ്ങളിപ്പോൾ കൊതിയും കൊണ്ട് എടുത്ത് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഐസ്ക്രീം കൊടുത്ത് മോളി വന്നിരിക്കുക. വല്ലാത്ത ജാതി ജീവിതം അല്ലടാ ചോന, ഞങ്ങളായിട്ട് തന്നെയായിട്ട് പോണേ. ഞാനൊക്കെ ഇപ്പൊ നല്ല രസം ഇവിടെ അമ്പലത്തിൽ നിന്ന് കാവിൽ നിന്ന് വരുന്ന പാട്ട്. എന്നതാടാ നീ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. നിന്റെ കാലിലായിരിക്കും മുട്ടും കുത്തിയല്ലേ എപ്പോഴും മനുഷ്യന്മാര് വീഴണേ. ഇതെന്തുവാടാ ഇത് മുറിവിന്റെ പട്ടയമേളയോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇനിയിപ്പോ ഓടിയാനും ചെറിയാനും വേറെ ഭാഗ്യട്ട് ഇവന്റെ മേത്ത് ഒടിവ് ദൂരം വന്നിട്ടില്ല കേട്ടോ. ഒടിഞ്ഞിട്ടില്ല കാലും കൈയും. ഒടിഞ്ഞൊന്നുമില്ല. ഒടിഞ്ഞു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൈ ഇങ്ങനെ കെട്ടിയിടും. അത് കൈ അടിച്ച് വീണ വേദന ഉണ്ടായതല്ലേടാ. ജലദോഷം വെച്ചോണ്ട് ഞാൻ ഐസ്ക്രീം തിന്നോണ്ട് ഇനിയിപ്പോൾ കല്യാണത്തിന് പോയി ചോറുണ്ടെന്നും പറഞ്ഞ് എന്നെ ദിവസം ചോറ് തിരിപ്പിക്കാനുള്ള സപ്പയുടെ പണിയും കാണുന്നുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട് ഈ വീട്ടിലെ ജീവിതം? കുഴപ്പമില്ലാന്നോ? എങ്ങനെയുണ്ടാ പറയടാ കൂടെ. സൂപ്പറോ? അത് കറക്റ്റായിട്ട് പറ. കുറച്ചു മുമ്പ് നിന്റെ ഫ്രണ്ട് ഇതിലെ പോയി, കാർത്തിക്. ഇപ്പൊ അവനെ അറിയോ ഇല്ലേ? നീ എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങുവാന്ന്. ഞാൻ പറഞ്ഞു ആൻസർ ഉറങ്ങുവാന്ന്. അവൻ തിരിച്ചു പോയപ്പോ കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടാ പോയ. സത്യം പറഞ്ഞ ഈ വീട്ടിൽ വന്നേ പിന്നെ നേരെ ചൊവ്വ ആയിരിക്കും ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നും ഭയങ്കര പണികളായിരിക്കും. എന്നാന്നറിയില്ല, ഇവിടെ വന്നേ പിന്നെ എപ്പോഴും ജോലിയാ. അതാരടാ വണ്ടി? ഏതെങ്കിലും ചേട്ടാ നീ ഇവിടെ ഇരിക്ക. എപ്പോഴും ചോറും കറികളും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലാ കൂടുതലും പണി. പക്ഷെ ഇങ്ങനെ പറയണമെന്ന് വലിയ കാര്യമായിട്ടൊന്നുണ്ടോ. രാവിലെ ആണെങ്കിൽ ഞാൻ ഗോതമ്പ് പുട്ടും പഴമായിരുന്നു. എനിക്ക് ചൂടടിക്കാൻ മേല കേട്ടോ, അതുകൊണ്ട് പാടുപെട്ട ഉണ്ടാക്കിയത്. പിന്നെ ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അത് അമ്മച്ചി തിളപ്പിച്ച് വാർത്ത് അമ്മച്ചി അതാ കഴിച്ചത്. വേറെ ചോറൊന്നും ഇവിടെ വെച്ചിട്ടുമില്ലെന്ന് തോന്നുന്നു. എടാ അത് കാലെ കൊണ്ട് കയറിടാ. നീ ഇവിടെ ഒന്ന് ഇരിക്കടാ. എന്താ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റുമായിരിക്കില്ലടാ. നോക്കട്ടെ. ഇതാ ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചുരിദാറിൽ ഈ ഒരു ടോപ്പേ ഇതിൻ്റെ ഇവിടെ കറ പറ്റിയെന്ന് ഞാൻ വല്ലയിടത്തൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പായിരുന്നു ഇത്. ഇനിയിപ്പോൾ ആ കടയിൽ ചെന്നിട്ട് ഇതിൻ്റെ വേറെ ഒരെണ്ണം വാങ്ങണം. ഇതേ അവനാണ് തിന്നട്ടെ. അതേനൊക്കെ പിടിച്ചിട്ട് തിന്നാൻ വന്നേക്കരുത് കേട്ടോ. കയ്യേലും ഒടിഞ്ഞു കയറും കൊച്ചാ. അത് കാണാം. പിന്നെ കുഴപ്പമില്ല. സെയിം ഒരു ബൾബിൽ 9 കളറുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചാടിയോ? ഞാൻ രാവിലെ പിന്നെ കുളിച്ചിട്ടോ. ഡോക്ടർ ഞാൻ ചൂടുവെള്ളത്തിൽ തല കഴുകരുത്,
ചൂടുവെള്ളം കുടിക്കരുത്, ചൂടുവെള്ളത്തിൽ മുഖം കഴുകരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ നല്ല പച്ച വെള്ളത്തിൽ രാവിലെ തന്നെ കുളിച്ചു. ഇങ്ങനെ അറിഞ്ഞോ? എന്നാണെങ്കിൽ പള്ളി പോകാനും പറ്റിയില്ല. ആൻസ് പള്ളിയിൽ പോയി, ഞങ്ങൾ രണ്ടുപേരും പോയില്ല. എനിക്ക് ജലദോഷം പിടിച്ചേക്കോടാ. സന്ധ്യയായി. വീടിന് ചുറ്റും മതിൽ പൊക്കിയിട്ട് ബാസ്കുവിനെ അഴിച്ചു വിടണം എന്നൊരു പ്ലാനിങ് കൂടി ഇപ്പോൾ ഉണ്ട് കേട്ടോ. മുറ്റത്തോടെ അവർ റൗണ്ട് അടിച്ച് നടന്നോളും. ബാസ്കി പോകാത്ത രീതിയിൽ മതിൽ ഹൈറ്റ് ആക്കും, പുറകോശം ഹൈറ്റ് ആക്കും. അവിടെ ഗേറ്റ് പിടിപ്പിക്കും. ഈ ഗേറ്റ് അല്ല, പുറകിൽ ഗേറ്റ് പിടിപ്പിക്കും. അല്ലെങ്കിൽ അവൻ അതിൽ ആടിപ്പോവില്ലേ? അവനങ്ങനെ ചാടൂല. പട്ടി പോകാത്ത രീതിയിലുള്ള, അവൻ ഇങ്ങനെ കാല് പൊക്കി ചവിട്ടി കഴിഞ്ഞാൽ അവന് ചാടാൻ പറ്റും. സൈഡിലൊരു പട്ടിക്കൂട് സെറ്റ് ചെയ്തിട്ട് മതിൽ പൊക്കിയാൽ മതി. ബാസ്കിന് സുഖമായിട്ട് റൗണ്ട് അടിച്ച് നടക്കാം. അവൻ ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. നല്ല രസമായിരിക്കും അല്ലേ? ആ പരിപാടി ഇവിടെ നടക്കൂല എന്ന് പറയും. അമ്മച്ചിക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ചുമ്മാ തുറന്നിട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. വേസ്റ്റ് അമ്മച്ചി കളയണ്ട, അമ്മച്ചി വീട്ടിൽ കയറിയിരിക്കാൻ പറയും. അല്ല പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഒത്തിരി ആലോചിക്കാൻ പോയ ടെൻഷൻ അടിക്കും. നീ എല്ലാവരും കല്ല് വെച്ചറിയണല്ലേ? എൻ്റെ വാ മുഴുവൻ തുന്നി കെട്ടി വെച്ചേക്കുവാ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്റ്റിച്ച് ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലേ. അത് തന്നെ ഞങ്ങൾ മോണങ്ങ് ഉണങ്ങിക്കൊണ്ടേനെ. എനിക്ക് അത് ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. ബ്രഷ് ചെയ്യാൻ പാടെങ്ങാനും അതെല്ലാം ഒക്കെ കുരുങ്ങി പോയാ എൻ്റെ പൊന്നോ, എനിക്ക് പിന്നെ ജീവിച്ചിരിക്കണ്ട. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷനൊക്കെ. ബാക്കിയകത്ത് 2 ഇഞ്ചക്ഷൻ വെച്ച് അത് മരയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്നിട്ട് സ്റ്റിച്ചൊക്കെ ഇങ്ങനെ സൂചി കുത്തിക്കയറണമൊക്കെ എനിക്ക് അറിയാൻ പറ്റും. വേദന എടുക്കണില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇറച്ചിയിൽ ഇങ്ങനെ കുത്തിക്കണം നമുക്ക് ശരിക്കും അറിയാം. പല്ലൊക്കെ എടുത്തതൊക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ എന്ത് പേടിച്ചെന്നറിയാം. എന്നിട്ട് ഡോക്ടർ എന്തിനാ പേടിക്കണ, വേദനയൊന്നും ഇല്ലല്ലോ. വേദന ഇല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെ അനങ്ങണം നമുക്ക് അറിയാൻ പറ്റും. അവിടെ ബോധമൊന്നും പോയിട്ടില്ലല്ലോ. ഈ ബോധം കളഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ എനിക്ക് സിസേറിയനായിരുന്നു. പക്ഷേ സിസേറിയന് പോലും ബോധം കിടത്തില്ല. ഇത്രയും ഭാഗം ഇങ്ങനെ മറക്കത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ണം തുറന്നു പക്ഷേ എടുക്കുന്നതും പറക്കുന്നതും അവിടെ ടച്ച് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും. മരവിപ്പിച്ചാലും ടച്ച് ചെയ്യണം അറിയാൻ പറ്റും. ഇത്രയും ബുദ്ധിമുട്ടുള്ള വേറെ ഒരു പണി വേറെ ഇല്ല. എന്നാൽ പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അണപ്പല്ലെടുത്തൊരു ഡോക്ടർ, അന്ന് പിന്നെ സ്റ്റിച്ചൊന്നും ഇടാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ അത് വെട്ടാൻ ചെല്ലുമ്പോൾ വലിച്ച നൂല് ഊരിയെടുക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഒന്നുമില്ല. അറിയാമെന്ന് കമൻറ്റ് ചെയ്യണം. കിരണിനോട് ചോദിക്കാമായിരുന്നല്ലേ. രാവിലെ തന്നെ അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച്. ഈ വീടിൻ്റെ മുകളിലേക്ക് വാർക്കാൻ വേണ്ടിയിട്ട് കമ്പി നിർത്തിയിട്ടുണ്ട്. എത്ര വർഷമായി വീടാണ്? 10, 23, 24 കൊല്ലമായ വീടായത്. ചേട്ടൻ നല്ല പുത്തം പോലെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇതിപ്പോഴും നല്ല പുത്തം പോലെ കിടക്കുന്നത് കേട്ടോ. എടാ ഇവിടെ ഇരിക്കടാ, എന്തായാലും സംസാരിക്കാൻ വേടാ. ഇവനിങ്ങനെ നടന്നാൽ എങ്ങനെയാണ് ശരിയാവണേ? സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുവാ. ആഹാരം കഴിക്കാൻ പേടിയാ. ആ സൈഡിലേക്ക് പോയ വായങ്ങാൻ ഇൻഫെക്ഷൻ അടിച്ച് പഴുത്ത് കഴിഞ്ഞാൽ പണി കിട്ടത്തില്ലേ. അതുകൊണ്ട് എന്തുവാ ചെയ്യാന്ന് ഓർക്കാം. നാളെ ഇപ്പോൾ ലീവ് എടുക്കേണ്ട വരും. നാളെ ഡോക്ടർ പറഞ്ഞത് വർക്ക് ചെയ്യാൻ പോകരുത്, റെസ്റ്റ് എടുക്കണം എന്ന്. അതോ എൻ്റെ പല്ലൊരു ഇത്രയും നീളത്തിൽ അകത്തേക്ക് ഉണ്ടായിരുന്നു. എവിടെ വന്നിരിക്കണ? എൻ്റെ പല്ലൊരു ഇത്രയും നീളം അകത്തേക്ക് റൂട്ട് പോയേക്കുമായിരുന്നു. അത് അവിടെ നിന്ന് പിരിച്ച് എല്ലാം വിടിച്ചൊക്കെ എടുത്ത് കംപ്ലീറ്റും തോണ്ടിപ്പറിച്ച് എടുത്തു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഇങ്ങനെയായിരുന്നു എനിക്ക് വേദന. മരവിച്ചിട്ട് ഈ മുക്കടക്ക് ഇങ്ങനെ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ മരപ്പിച്ചു. അതുകൊണ്ട് ആ മരവിപ്പ് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വേദന ഉണ്ടായിട്ട് തലവേദന എത്തുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അതും ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വായ അടപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്ത് ബുദ്ധിമുട്ടി. അതോ ഒരു വാക്കെങ്ങാനും പറഞ്ഞാൽ ചേട്ടന് അപ്പം തന്നെ ദേഷ്യപ്പെടും.
എൻ്റെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ അത് എന്നോടുള്ള കെയറിങ് കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ആരാടാ? എൻ്റെ കൂട്ടുകാരൻ്റെ മദർ പോയി. നമ്മുടെ വീഡിയോ കാണുന്ന കേട്ടോ അവരൊക്കെ. നമ്മുടെ ഈ ഭാഗത്തുള്ള ഒത്തിരി വീട്ടുകാർ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. ഇന്നിപ്പോൾ കല്യാണം നടന്ന വീട്ടിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതാ. അപ്പം എടാ ഇവിടെ ഇരിക്കടാ. ഇവനില്ല എൻ്റെ കൂടെ ഒന്നിനും. അവൻ അവൻ്റേതായ സന്തോഷങ്ങളൂടെ തുള്ളി കളിച്ചിറക്കുക, ഒരു പുൽച്ചാടിയെ പോലെ. നിനക്കും എല്ലാം പറയണ്ടേ ഒന്ന് പറഞ്ഞേ. ആ നിനക്ക് പറയാനുള്ള കേൾക്കാനുള്ളവരെല്ലാം കേൾക്കുമോ നോക്കട്ടെ. നീ ഒന്ന് ഉറക്കെ പറ. പാട്ടോ? ഏത് പാട്ട്? ആ നീ പാടിക്കേ. ജോണി മോനെ ജോണി പപ്പ ഭരണം വേണ്ടപ്പ, ഇത് ന്യൂയോർക്ക് ലൈഫ് എൻ്റെ അപ്പ. സോറി പപ്പ. എന്നാ നീ പാട്. ജോണി മോനെ ജോണി യു ആർ മൈ കണ്ണിമണി, ജോണി മോനെ ജോണി യു ആർ മൈ കണ്ണിമണി. നാളെ എന്നോട് കറി വെക്കണേ. പാട്ട് കേട്ടിട്ടുണ്ടോ? രാവിലെ 8 മണിക്ക് സ്കൂളിൽ അടിക്കുമ്പോൾ എത്താൻ ലേറ്റായി പോയാൽ പിറ്റി സാറിൻ്റെ മോർണിംഗ് അസംബ്ലിക്ക് വെയിലും കൊണ്ട് വാടിക്കുന്നൊന്നുമില്ല. അസംബ്ലി കഴിഞ്ഞ എടുക്കും യുദ്ധം അമ്മമില്ലേ. ക്ലാസ്സിൽ 48 പേരില്ലായിരുന്നു. 48 ടെസ്റ്റുമായി ടീച്ചർ തുടങ്ങുമ്പോൾ ചോദ്യമായി വേസ്റ്റ് ഇന്ത്യ സിസ്റ്റം പറയും പോയി കാണാപ്പാടം പഠിച്ചിട്ട് വന്ന് എഴുതിയാൽ മതി. അല്ലല്ല, എല്ലാവർക്കും ഒളിമ്പിക്സിൽ ഇന്ത്യൻ മെഡലിൽ ഒന്ന സ്ഥാപനം. പക്ഷേ ടീച്ചേഴ്സിനും പേരൻസിനും മാർക്ക് മാത്രം മുഖ്യം. പാട്ടും ഡാൻസും പാട്ടും ഡാൻസ് ഒളിമ്പിക്സ് സ്പോർട്സിൽ എല്ലാവർക്കും മാത്രം ഇഷ്ടം. പ്ലസ് PT കട്ടാക്കി മാത്സ് ടീച്ചർക്കും ചോദ്യം ബോറടിച്ച് പേപ്പറും പെന്നും എടുത്തെറിഞ്ഞ ടീച്ചർ പിടിച്ച് പുറത്ത് നിർത്തി 2 എണ്ണം കിട്ടും. പിന്നെ ഇത് ഭയങ്കര പാട്ടാണല്ലോ. പിന്നെ 2 എണ്ണം കിട്ടും. ദിസ് ഈസ് ഇന്ത്യൻ അല്ല 2 എണ്ണം കിട്ടും. ക്ലാസ്സിൽ തന്നെ വേണം ഇന്ത്യ മുണ്ടൊരു ആചാരം. ക്ലാസ് ചർച്ചകളായി എന്തൊരു ആചാരം. പിന്നെ എന്തൊരു ആചാരം. ദിസ് ഈസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദിസ് ഈസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദിസ് ഈസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദിസ് ഈസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നതാ ഫോണിൽ ഇന്ത്യ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങി. ഇല്ല, ഇവനത് മുഴുവൻ കാണാതെ പഠിച്ചു. പഠിക്കാനുള്ളവൻ പഠിക്കൂലല്ലോ. കൊള്ളാലോ. പാടം പഠിക്കാത്ത അത് ഫോണോ സ്പീഡ് നോക്കി. നല്ല ഡോക്ടറിൻ്റെ അവർക്ക് പല്ലെടുത്തിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാവുള്ളൂ പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ അവർക്ക് എന്നെ വിളിച്ച് കളിയാക്കിച്ചു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐസ്ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ചാവുന്നു അവരോട് പറഞ്ഞു. ഇപ്പോഴെങ്ങും വരില്ല. എപ്പോ വരും അവ? എന്തുവാ അപ്പൊ? നാളെ കറിക്കൊന്നുമില്ലല്ലോ. പാട്ട് പാടി. ഞാൻ പാടി. പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഇച്ചിരി മീനൊക്കെ വേണം. ആഴ്ച ബീഫ് വാങ്ങി ഉണങ്ങി വെച്ചിട്ടില്ലോടാ. പറ. ജോണി മോനെ ജോണി യു ആർ മൈ കണ്ണിമണി, ജോണി മോനെ ജോണി യു ആർ മൈ കണ്ണിമണി. ഭരണം പപ്പ ഭരണം വേണ്ടപ്പ, ഇത് ന്യൂയോർക്ക് ലൈഫ് എൻ്റെ അപ്പ. ജോണി മോനെ ജോണി യു ആർ മൈ കണ്ണിമണി, ജോണി മോനെ ജോണി യു ആർ മൈ കണ്ണിമണി. പപ്പ ഭരണം വേണ്ടപ്പ, ദിസ് ഈസ് ന്യൂയോർക്ക് ലൈഫ് പപ്പ. പപ്പ ബോയ്സ് പപ്പ, സോറി പപ്പ. പിന്നെ എങ്ങനെയായിരുന്നു? പിന്നെന്നാ ദൈവത്തിൻ സ്വരമേ അവരെ എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ക്രിസ്ത്യൻ പാട്ടാടാ. നിനക്കറിയില്ല?
papa. Eating sugar, no papa. Fill your mouth. അവനതേ പറ്റത്തുള്ളു. അല്ല, Johnny Mone, yes papa. അങ്ങനെ Johnny, yes papa. Eating sugar, no papa. Telling lie, no papa. പപ്പനെ നോക്കക്ക. കക്കയോ? അല്ല നിനക്കെന്താ സങ്കടം ഉണ്ടെന്നൊക്കെയാണ് എല്ലാരും. എടാ നിനക്കെന്താ സങ്കടം ഉണ്ടെന്നാ നമ്മുടെ യൂട്യൂബിലുള്ളവരൊക്കെ പറയണത്. അന്ന് കണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചപ്പോ നീ തരാൻ തുടങ്ങിയപ്പോ തരണ്ടാന്ന് പപ്പ പറഞ്ഞെന്ന്. ആ എനിക്ക് കൊടുക്കണ്ടാന്ന്, ആദ്യം കൊടുക്കണ്ടാന്ന്. അവരൊന്നും അറിയാൻ പോലും പാടില്ല, അങ്ങനെയൊന്നൊരു സംഭവമേ ഇല്ല. അതൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുന്ന, അതൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. ഇവര് ആലോചിച്ചോണ്ടിരിക്കും എന്തോ സംഭവം. നീ എനിക്ക് കേക്ക് തന്നോ? തന്നോ? ഞാൻ നിനക്ക് തന്നോ? അതെന്തോടാ പോയത്? മൂടി വെക്കും, മോളികൂടെ പോണ വല്ല പക്ഷികളും ഈ അത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോടാ. സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ഇല്ല. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ ഇവനെ എൻ്റെ സ്വന്തം പപ്പയെ പോലെ കാണും, അല്ലെങ്കിൽ ചേട്ടനാണെങ്കിൽ സ്വന്തം മോനായിട്ട് കാണും. വേറൊരു മോനെ പോലെയല്ല, മോനായിട്ട് കാണും, അവൻ സ്വന്തം പപ്പയായിട്ട് കാണും. അപ്പം അവിടെ വരുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ കാണുന്നവരുടെ കണ്ണിൽ എപ്പോഴും സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ സ്റ്റെപ്പ് മദർ എന്നുള്ള രീതിയിലല്ലേ കാണുന്നത്. സെക്കൻഡ് മാരേജ് കഴിഞ്ഞവർ മിക്കവരും നേരിടുന്ന പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു. അത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് നമ്മളൊരു യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നമ്മളത് ഇങ്ങനെ നേരെ എല്ലാവരും കമൻറ്റ് ഇടുന്നു എന്നുള്ളൂ. പിന്നെ കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട്. അപ്പം ഒരാൾ ഏതൊക്കെ തരത്തിലുള്ള കമൻറ്റ് ഇട്ടേന്ന് അറിയാണ്ട് അവരുടെ നമ്മുടെ യൂട്യൂബിൽ വരുന്ന കമൻസിൽ നിന്ന് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി അവരിട്ടിരിക്കുന്ന മറ്റ് കമൻസ് എല്ലാം ഓപ്പൺ ആകും. അപ്പോൾ ചിലർ ഞാൻ ആദ്യമായിട്ടാണ് കമൻറ്റ് ഇടുന്നത്, ഇതുവരെ ഞാൻ ഇവരുടെ വീഡിയോയ്ക്കൊന്നും ഒരു കമൻറ്റും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ നേരത്തെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടുള്ളവരാണ്. നെഗറ്റീവ് മാത്രം പറഞ്ഞ് എല്ലാ വീഡിയോയ്ക്ക് നെഗറ്റീവ് അടിച്ചിട്ടൊക്കെ ഉള്ളവരാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അങ്ങനെ വരുന്നവരുടെ കമൻസ് മൊത്തം എടുത്തിട്ട് അതിൽ ടച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് വന്നേക്കുന്ന മൊത്തം കാണാൻ പറ്റും, ഏതൊക്കെ വീഡിയോയൊക്കെ വന്നിരിക്കുന്നതിന്. ആ കമൻറ്റും നമുക്ക് ഓപ്പൺ ചെയ്ത് ആ നേരത്തെ ഇട്ട കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ യൂട്യൂബിനകത്തുണ്ട്. പിന്നെ പഴയ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ഇട്ട് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചിട്ട് പോകുമ്പോൾ ഇവരിനി ഇത് കാണത്തൊന്നും ഇല്ലായിരിക്കും എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നമ്മൾ യൂട്യൂബിൽ നോക്കിയല്ല നമ്മുടെ കമൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്ന യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് എല്ലാ യൂട്യൂബേഴ്സിനും ഉള്ളതാണ്. നമുക്ക് വരുന്ന ഏണിങ്സും അതുപോലെ വ്യൂസും വാച്ച് അവറും എല്ലാം കാണിക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം അനുസരിച്ച് ഇന്ന വീഡിയോ ഒന്നുമില്ല, എല്ലാ കമൻസും ഓപ്പൺ ആകും. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കമൻറ്റ് മുതൽ അതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്ന അങ്ങനെ എല്ലാ കമൻസും ഓപ്പൺ ആകും. അതുകൊണ്ട് പഴയ വീഡിയോയുടെ കമൻറ്റ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു പഴയ വീഡിയോയ്ക്ക് പോയി കമൻറ്റ് ചെയ്താൽ ബെല്ലൈക്കണിൽ ഏറ്റവും ടോപ്പിലായിരിക്കും കമൻറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ഒരു കമൻറ്റ് നമുക്ക് മിസ്സായി പോകത്തില്ല കേട്ടോ. പഴയ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റ് ഞാനത് കണ്ടില്ല എന്നൊക്കെ പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെറുതെയാണ്. പഴയ വീഡിയോയ്ക്കോ ഏത് വീഡിയോയ്ക്കോ ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് പോലും ഇപ്പോൾ ഒരു കമൻറ്റ് ഇട്ടാലും നമുക്കത് കാണാൻ പറ്റും. അത് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഏറ്റവും ടോപ്പിൽ വലതുഭാഗത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്താണ് കമൻസ് വന്ന് കിടക്കുന്നത്. അതെല്ലാം യൂട്യൂബേഴ്സിന് അറിയുന്ന കാര്യമാണ്. യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മൾ പോയിട്ട് തംബ്നെയിലൊക്കെ ആഡ് ചെയ്യുന്നതും അതുപോലെ ടൈമിങ് വെക്കുന്നതും മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിടുന്നതൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ്, ക്രോമിൽ പോയിട്ടാണ് പരസ്യങ്ങൾ ആഡ് ചെയ്യുന്നതും ബാക്കി എൻ്റെ സ്ക്രീനൊക്കെ കൊടുക്കുന്നതും ഒക്കെ ക്രോമിൽ ചെന്നിട്ടാണ്. അപ്പോൾ അതെല്ലാം യൂട്യൂബേഴ്സിന് അറിയാവുന്നതാണ്. പിന്നെ എല്ലാ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലർ പറയും പഴയ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടാൽ ഞാൻ കാണാതെ പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. അവർ കേവലം ഒരു രക്ഷപ്പെടൽ മാത്രമാണ്. ഞാൻ ഈ രക്ഷപ്പെടലിന് കൂട്ട് നിൽക്കത്തില്ല, എന്നെല്ലാവർക്കും അറിയാലോ. ഇവനെ എന്തൊക്കെയായിരുന്നു പറവറൂന്ന് പറയുന്നുണ്ട്. നീ എന്നടാ ഉറക്കത്തിൽ സ്വപ്നം കണ്ടത്? കഴിഞ്ഞ ദിവസം ചേട്ടനൊരു സ്വപ്നം കണ്ടിട്ടോ, അത് ഭയങ്കര കോമഡി. ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ് നമുക്ക് കളിയാക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. വേണ്ട നീ പറയണ്ട. അതല്ല കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വെറുതെ ഒരു പാട്ടോട് കൂടി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. പാടിക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. നീ എഴുന്നേറ്റ് നിൽക്കണോ? ജലദോഷ ഐസ്ക്രീം തിന്നുമ്പോ എന്താവും ഒന്നും അറിയത്തില്ല. എന്നെങ്കിലൊക്കെ പാടാ. എടാ നീ അത് ഒരു പാട്ട് തന്നെയാടാ. അല്ല രണ്ടു വേറെയാ. നീ പാടേതെങ്കിലും നാട്ടിൻ നന്മകനെ. എന്നാ പാട്. നാട്ടിൻ നന്മകനെ പിന്മകനെ മുത്തായവൻ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവൻ കാലം കാത്തുവച്ച രക്ഷകനെ സുന്നു ഏകനെ അണ്ണൻ കണ്ണനായി വന്നവനെ.
വയവേ മാറിപ്പോ നീ അന്ന വന്ന കുമ്പിടുന്നില്ല ഇരുട്ടിൻ സിറ്റി പാടില്ല എല്ലാരും എവന് പടച്ച് ഞാൻ എവനെ കരുത്തി വെച്ച ബോംബേത്തും വട്ടൽഫയുടെ എല്ലുമീനാട്ടി അണ്ണൻ തനി വാഴൻ കുലമണ്ടോ മീനാട്ടി എല്ലുമീനാട്ടി അണ്ണൻ തനി വാഴൻ കുലമണ്ടോ മീനാട്ടി തേങ്ങാക്കാഞ്ചി വലി വിദ്യാലംബം മുക്ക് ഹരിസ് നോക്കി കല്യാണി യവന് തുടിവാളിൽ കയറ്റിയാലിരുത്ത് അണ്ണൻ നിശ വെച്ചൊരട്ടക്കളി ഇടയാൻ വന്നോർക്കും കൊണ്ടേ അവത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡ സർബത്ത് അവന് തുടുവാളിൽ ഇരട്ടിടും കരുത്ത് ബോംബെ നഗരമറ്റം വിടമുഴക്ക് 10 എല്ലും മീനാട്ടി പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്ന് പറഞ്ഞിട്ട് എണീറ്റ് സമയം പോയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട തല മാറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പൊ വീണ്ടും പുതിയ വിശേഷം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ബിന്ദു ആൻഡ് ആൻസർ ബൈ.